ബി.ജെ.പിക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടി ഇന്ത്യയിൽ സംഭവിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നീക്കം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നായകൻ ദാ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ജൂൺ 6-ന് ഡൽഹിയിൽ എത്തി സമരം നടത്തും ജന്തർ മന്ദറിൽ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അഭിജിത്ത് ദീപ്കെ ഉള്ളത് അമേരിക്കയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇന്ത്യയിലെ സംഭവവികാസം നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർത്ത് വെച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ജന്തർ മന്ദറിൽ സമരം നടത്താൻ ഇപ്പോൾ കോക്രോച്ച് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. സമാധാനപരമായ സമരത്തിൽ അണിചേരാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സജിത്ത്, ജന്തർ മന്ദർ നമുക്കറിയാം ഇന്ത്യ കണ്ട ചരിത്രപരമായ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, തുടക്കം കുറിച്ച ഒരു പ്രധാന മേഖലയാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ എങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു എന്നുള്ളൊരു തുടക്കം ഒരുപക്ഷെ ജന്തർ മന്ദർ ആയിരിക്കാം. അവിടെ തന്നെയാണ് അഭിജിത്തും എത്തുന്നത്. സമരത്തിനായി അഭിജിത്ത് എത്തുമോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജൂൺ 6 നിർണായകമാണ്. കാരണം സമൂഹ മാധ്യമ ആഹ്വാനത്തിലൂടെ ഇത്തരമൊരു നീക്കത്തിന് ശ്രമിക്കുമ്പോൾ അത് സാധ്യമാകുമോ എന്ന ചോദ്യമാണ്. രാജ്യം ഇത്തരം പല കൂട്ടായ്മകൾക്കും ഇടവെച്ചതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഇത്തരം വിപ്ലവങ്ങൾ ഉണ്ടാവുകയും ഭരണമാറ്റം പോലും ഉണ്ടായതാണ്. അപ്പോൾ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? കോക്രോച്ച് പാർട്ടി എന്നത് ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു പരസ്യ നീക്കം രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അത്തരമൊരു നീക്കമുണ്ടാകുന്നു എന്ന പരസ്യ പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ജൂൺ 6-ന് ജന്തർ മന്ദറിൽ അവർ സംഘടിക്കുന്നു എന്നതാണ്. സ്ഥാപകനടക്കം വരുന്നു. നമുക്കറിയാം, സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിയില്ല. അമേരിക്കയിലാണ് ഉള്ളത്. തനിക്ക് രാജ്യത്തേക്ക് വന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് വെല്ലുവിളിച്ചുകൊണ്ട് ജൂൺ 6-ന് നാട്ടിലേക്ക് എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഒപ്പം എത്രയധികം ആളുകളെ സംഘടിപ്പിച്ച് അവിടെ ഒത്തുചേരാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രസക്തമായ കാര്യം, സുപ്രീം കോടതി ജഡ്ജിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് കോക്രോച്ച് പാർട്ടി, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം രാജ്യത്തെ പരീക്ഷ, നീറ്റ് പരീക്ഷ നടത്തിപ്പടക്കമുള്ള CBSE പരീക്ഷ നടത്തിപ്പടക്കമുള്ള യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. ജന്തർ മന്ദറിൽ അവർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കൂട്ടായ്മയായി മാറുമോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരിക കേന്ദ്ര സർക്കാരും BJPയുമായിരിക്കുമെന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ BJP കേന്ദ്രങ്ങളൊക്കെ ഈ പാർട്ടിയും ഇവരുടെ മൂവ്മെൻറ്റിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഒക്കെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന പോലും ആലോചിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ബദൽ മൂവ്മെൻറ്റുകൾ ഇങ്ങനെ വരുന്നു എന്ന സാഹചര്യം കൂടി മന്ത്രിസഭാ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാന് സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ കരുതലിലാണ് രാജ്യ തലസ്ഥാനം. ഈ മൂവ്മെൻറ്റ്, ഈ കൂട്ടായ്മ വലിയൊരു ആൾക്കൂട്ടമായി മാറുമോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നീക്കമായി മാറുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ജൂൺ 6 നിർണായകമാണ്. എത്ര വലിയൊരു മുന്നേറ്റം നടത്താൻ ഇവർക്ക് കഴിയുമെന്നതാണ് നിർണായകം. ശരി സൈത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.